അങ്കണവാടികളെ സ്മാർട്ടാക്കി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത്. പിണ്ടിമന ഗ്രാമപഞ്ചായത്തിൽ സ്മാർട്ടാക്കി മാറ്റിയ 3 അങ്കണവാടികൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പിണ്ടിമന ഗ്രാമപഞ്ചായത്തിൽ സ്മാർട്ടാക്കി മാറ്റിയ 3 അങ്കണവാടികൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഈ ജില്ലയിൽ ആദ്യമായി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്താണ് സ്മാർട്ട് അംഗൻവാടി എന്ന പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ട്. ആ പദ്ധതി ആദ്യഘട്ടം എന്ന നിലയിൽ 14 സ്മാർട്ട് അംഗൻവാടികൾ പൂർത്തീകരിച്ചു. അതിനുശേഷം ഇവിടുത്തെ ടീച്ചറും അതോടൊപ്പം തന്നെ ഹെൽപ്പറും ഒക്കെ നിരന്തരമായി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ മീറ്റിംഗിന് വരുമ്പോൾ ഞങ്ങളൊക്കെ ചോദിക്കും എങ്ങനെയുണ്ട് അംഗൻവാടികൾ സ്മാർട്ടാക്കി ഇതിന്റെ ഫീഡ്ബാക്ക് പരിശോധിക്കുമ്പോൾ 14 അംഗൻവാടിയിലെ ടീച്ചർമാരും വലിയ ബൃഹത്തായ പദ്ധതിയാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരോട് വന്നാൽ രാവിലെ മുതൽ ഇരുന്ന് കരയുന്ന സ്ഥിതിയിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ വൈകിട്ട് മടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാൻ നമ്മുടെ അംഗൻവാടിയിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അംഗൻവാടിയിലെ ജീവനക്കാർ പരിമിതമായ ശമ്പളത്തിന് വലിയ ജോലിഭാരം ഏറ്റെടുക്കുന്നവരാണ്. അവരുടെ ജോലിഭാരം കൂടി കുറയ്ക്കുക എന്നതുകൂടിയാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഈ പദ്ധതി ഏറ്റെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് ബുദ്ധതൻകെട്ട് ഡിവിഷനിൽ ഉൾപ്പെട്ട 3-ാം വാർഡിലെ നമ്പർ 3 നാടോടി, ഗാന്ധിനഗർ കോളനി അംഗൻവാടി, വാർഡ് 4-ലെ നമ്പർ 4 ചെമ്മീൻകുത്ത് അംഗൻവാടി, വാർഡ് 12-ലെ നമ്പർ 12 വെറ്റിലപ്പാറ അംഗൻവാടി എന്നിവയാണ് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്മാർട്ടാക്കി മാറ്റി കുട്ടികൾക്കായി തുറന്നുകൊടുത്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര, ജെയിംസ് കോറമ്പേൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ലിസി ജോസഫ്, നിസാമോൾ ഇസ്മായിൽ, TK കുഞ്ഞുമോൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CB പോൾ, വിൽസൺ K ജോൺ, അംഗങ്ങളായ SM അലിയാർ, CG ആന്റണി, ലത ഷാജി, മേരി പീറ്റർ, ICDS സൂപ്പർവൈസർ വിമല TK, അംഗൻവാടി അധ്യാപകരായ ഷിജി AK, IBK ഗിവർഗീസ്, ഗീതായം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.